ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. നിങ്ങളിൽ പലർക്കും പഴയ മോഡൽ കാറുകളും ജീപ്പുകളും ഉണ്ടാകാം. ഈ പഴയ കാറുകളിലും ജീപ്പുകളിലും സീറ്റ് ബെൽറ്റ് അത് മാനുഫാക്ചററായിട്ട് പിടിപ്പിച്ചിട്ടില്ലാത്ത വാഹനങ്ങളായിരിക്കാം പലതും. അപ്പോൾ ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ വഴി ഫൈൻ വരാൻ തുടങ്ങിയപ്പോൾ ഈ പഴയ മോഡൽ കാറുകളും ജീപ്പുകളും അതിനുകൂടി ഈ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പിഴകൾ പലർക്കും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമാണ്. നമസ്കാരം സാർ, ഞാൻ ഷാഹുൽ ഹമീദ്. എൻ്റെ 96 മോഡൽ മഹീന്ദ്ര ജീപ്പിന് AI ക്യാമറ ഫോട്ടോ മുഖേന സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിന് പിഴ ചുമത്തിയതായി അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. മാനുഫാക്ചറർ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ നിർമ്മിച്ച വാഹനമായതിനാൽ പിഴ അടയ്ക്കണോ? മാത്രമല്ല 2023 സെപ്റ്റംബർ മാസം വണ്ടി റീടെസ്റ്റ് ചെയ്തപ്പോൾ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വാഹനം ഫിറ്റ്നസ് പരിശോധന പാസ്സായിട്ടുണ്ട്. മാത്രമല്ല സീറ്റ് ബെൽറ്റ് ഇല്ലാത്ത 95 മോഡൽ ജീപ്പിന് സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതിന് ഫൈൻ വന്നതുമായി ബന്ധപ്പെട്ട് വാർത്തകളും 24 ന്യൂസ്, ഏഷ്യാനെറ്റ് ചാനലുകൾ വാർത്ത വന്നത് കണ്ടു. എന്താണ് ഇതിന്റെ നിയമം? ഇതിന് ഒരു ക്ലാരിറ്റി വരുത്താൻ ഒരു വീഡിയോ ചെയ്യാമോ? ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മോട്ടോർ വാഹന നിയമം സെക്ഷൻ 194(b)യിലാണ് ഒരു വ്യക്തി സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ഒരു വാഹനം റോഡിൽ ഉപയോഗിച്ചാൽ ഉള്ള പിഴ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 125 26/3/93 ഒരു GSR വഴി ഒരു അമെൻമെന്റ് വരുത്തുകയുണ്ടായി. ഈ അമെൻമെന്റിൽ പറയുന്നത് 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ദ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് അമെൻമെന്റ് റൂൾസ് 1993 the manufacturer of every motor vehicle other than motorcycle and 3-wheelers shall equip every such vehicle with a seat belt for the driver and for the person occupy the front seat. 26/3/94 ശേഷം പുറത്തിറക്കിയിട്ടുള്ള, അതായത് നിർമ്മിച്ച് നൽകിയിട്ടുള്ള എല്ലാ കാറുകളിലും ജീപ്പുകളിലും എല്ലാം ഈ സീറ്റ് ബെൽറ്റുകൾ ഉണ്ടായിരുന്നിരിക്കണം. അതായത് മുൻപിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ കുറിച്ചാണ് ഈ റൂള് 125 പറയുന്നത്. ഇതിനുശേഷം 18/3/99 കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 138 പ്രകാരം മറ്റൊരു ഭേദഗതി കൂടി ഇക്കാര്യത്തിൽ വരികയാണ്. അതിൽ പറയുന്നത് ഇൻ എ മോട്ടോർ വെഹിക്കിൾ ഇൻ വിച്ച് സീറ്റ് ബെൽറ്റ്സ് ഹാവ് ബീൻ പ്രൊവൈഡഡ് അണ്ടർ സബ് റൂൾ 1 ഓർ സബ് റൂൾ 1A ഓഫ് റൂൾ 125 ഓർ റൂൾ 125A ആസ് ദ കേസ് മേ ബി it shall be ensured that the driver and the person seated in the front seat or the persons occupying front facing rear seats as the case may be wear the seat belts while the vehicle is in motion. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം 26/3/94 ശേഷം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റ് അത് നിർബന്ധമാക്കിയിരുന്നു. അതായത് അങ്ങനെ അല്ലാത്ത ഒരു വാഹനവും നിർമ്മിച്ച് റോഡിൽ ഇറക്കാൻ പാടില്ല എന്നായിരുന്നു നമ്മുടെ കേന്ദ്ര നിയമം. പക്ഷെ ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് അതിനുശേഷവും ഇപ്പോൾ ഈ 96 ഒരു കേസ് ഒരു സുഹൃത്ത് ഇങ്ങനെ പറയുമ്പോൾ ആ വാഹനത്തിന് സീറ്റ് ബെൽറ്റ് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ കേരള മോട്ടോർ വാഹന വകുപ്പ് 94 ശേഷം ഉള്ള എല്ലാ വാഹനങ്ങൾക്കും സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നിരിക്കണം. ആ ഒരു കാഴ്ചപ്പാടിൽ കേരള മോട്ടോർ വാഹന വകുപ്പ് പിഴ നിശ്ചയിക്കുമ്പോൾ 94 മോഡലിന് ശേഷമുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ പിഴ ഈടാക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ 94 ശേഷം ഇപ്പൊ 95 96 വാഹനങ്ങൾക്ക് സീറ്റ് ബെൽറ്റ് ഇല്ല എന്ന് ഈ വാഹനങ്ങളുടെ ഉടമകൾ പറയുമ്പോഴും അതങ്ങനെ എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ഒരു വിശദീകരണം നൽകാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറല്ല. അപ്പൊ അത് നോക്കേണ്ടത് ഈ വാഹനങ്ങൾ അപ്രൂവ് ചെയ്ത് കൊടുക്കുന്ന ഏജൻസികളായിരുന്നു. അക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പിന് യാതൊരു വിശദീകരണവുമില്ല എന്നുള്ളതാണ് വളരെ രസകരമായിട്ടുള്ള ഒരു വസ്തുത. എന്നാൽ ഇന്നും 95, 96 ഈ മോഡലുകളിലുള്ള ജീപ്പുകളാണെങ്കിലും പല കാറുകളിലാണെങ്കിലും ഈ സീറ്റ് ബെൽറ്റ് ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് ആർക്കും ആ ഒരു കാര്യം തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് അയച്ചു തന്ന ആ സന്ദേശത്തിൽ പറയുന്നത് പോലെ ഈ വാഹനം അതിന്റെ റീടെസ്റ്റ് നടക്കുന്ന സമയത്ത് ഇത് പരിശോധിക്കപ്പെട്ടില്ല, ഇതിന് സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം പരിശോധിച്ചില്ല എന്നുള്ളത് അദ്ദേഹം ഊന്നി പറയുന്നത് ഈ പിഴകൾ ഈടാക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് സാധിക്കില്ല എന്നുള്ള തരത്തിലാണ്. എന്നാൽ നിയമം പറയുന്നത് 94 ശേഷം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ കാറുകളാണെങ്കിലും ഈ ജീപ്പുകളാണെങ്കിലും ആ വാഹനങ്ങൾക്ക് സീറ്റ് ബെൽറ്റ് അത് ഉണ്ടായിരുന്നിരിക്കണം. ആ സീറ്റ് ബെൽറ്റ് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ AI ക്യാമറകളിൽ അത് പതിഞ്ഞാൽ അതിന്റെ പിഴ അടയ്ക്കാനായിട്ട് ഈ ഉടമസ്ഥർ ബാധ്യസ്ഥരാണ്. ഇന്ന് AI ക്യാമറകൾ വഴി
ചലാൻ ലഭിക്കുമ്പോൾ പലപ്പോഴും അത് അവരുടെ തന്നെ വാഹനമാണോ എന്ന് പോലും നിശ്ചയമില്ലാത്ത രീതിയിലുള്ള ചലാനുകളാണ് ലഭിക്കുന്നത്. പലപ്പോഴും ഈ വാഹനം ആ ഏരിയയിൽ കൂടി പോലും പോയിട്ടില്ല എന്നാണ് പലരും അവകാശപ്പെടുന്നത്. പിന്നെ എങ്ങനെ ഈ ഫോട്ടോ അടക്കം ഈ ചലാൻ വരുന്നു എന്നുള്ളത് ഇന്നും നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവമായിട്ട് മാറുകയാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, 250 രൂപ പിഴ വരുമ്പോഴോ 500 രൂപ പിഴ അടയ്ക്കാനായിട്ട് പറയുമ്പോഴോ ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പിനെതിരെ ഒരു കേസുമായിട്ട് പോകാനായിട്ട് ആർക്കും താല്പര്യമില്ലാത്തതിന്റെ പേരിൽ ശപിച്ചുകൊണ്ടാണെങ്കിലും അവര് ഇന്ന് ഈ പിഴ അടയ്ക്കാനായിട്ട് വിധിക്കപ്പെടുകയാണെന്നുള്ള ഒരു വസ്തുത നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല.